arch of span 25 meter with a central rise 5 meter is hinged at the ground and is springing. It carries a point load of 100 kN at 6 meter from the left support. Calculate reaction at the support, reaction at ground, moment at 5 meter from the left support. ഒരു സർക്കുലർ ആർച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. 25 മീറ്റർ സ്പാന് പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ റൈസ് എച്ച് എന്ന് പറയുന്നത് 5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൽ വന്നിട്ടുണ്ട്, എച്ച് വന്നിട്ടുണ്ട്. ഈസ് ഹിഞ്ച്ഡ് അറ്റ് ക്രൗൺ ആൻഡ് സ്പ്രിങ്ങിങ്. ഇറ്റ് ക്യാരീസ് എ പോയിൻറ്റ് ലോഡ് ഓഫ് 100 kN അറ്റ് 6 മീറ്റർ. പോയിൻ്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് 6 മീറ്റർ ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ട്, ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 6 മീറ്റർ കഴിഞ്ഞിട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സപ്പോർട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ദ റിയാക്ഷൻസ് അറ്റ് ദി സപ്പോർട്ട്, സപ്പോർട്ട്സിൻ്റെ റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. വേർട്ടിക്കലും വേണം, ഹൊറിസോണ്ടലും വേണം. ദെൻ ക്രൗണിലുള്ള റിയാക്ഷൻസ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മറ്റേ 5 മീറ്റർ ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ട്, 5 മീറ്ററിന് ശേഷമുള്ള ആ ലെഫ്റ്റ് സപ്പോർട്ടിലുള്ള മൊമെൻറ്റ് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ ആദ്യം ഫിഗർ വരയ്ക്കണം. ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. എ ബി സി, ഇതാണ് 3 ഹിഞ്ചസ്. അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്സ് എന്ന് പറയുമ്പോൾ വി എ ഉണ്ട്. ലോഡ്മില്ല റിയാക്ഷൻസ് വി എ എച്ച്, ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, വി ബി ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഓക്കെ, റൈസ് 5 മീറ്റർ തന്നിട്ടുണ്ട്, പോയിന്റ് ലോഡ് പറഞ്ഞിട്ടുണ്ട്, 6 മീറ്റർ മാറിയിട്ടാണ്, എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം വെച്ച് നമ്മൾ ഫിഗർ വരച്ചു. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം നമുക്ക് സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 എടുക്കാം. സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 എടുക്കുന്ന സമയത്ത് വി എ പ്ലസ് വി ബി മേലോട്ടാണ്, വി എ പ്ലസ് വി ബി 100 താഴോട്ടാണ്. ഇത്രയും വെർട്ടിക്കൽ ഫോഴ്സസേ അവിടെ ഉള്ളൂ. ഓക്കെ, അടുത്ത് ഞാൻ എക്ക് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുകയാണ്. അപ്പോൾ സിഗ്മ എം എ ഈക്വൽ ടു 0, എക്ക് എബൌട്ടായിട്ടാണ് ഞാൻ മൊമെൻ്റ് എടുക്കുന്നത്. എക്ക് എബൌട്ട് ആയതുകൊണ്ട് തന്നെ സിഗ്മ എം എ ഈക്വൽ ടു 0 എന്ന് എടുത്തു. ഇതിൽ വി ബി ഇൻറ്റു ഇത്രയും ഡിസ്റ്റൻസ് സ്പാൻ എന്ന് പറയുന്നത് 25 ആണ് വരുന്നത്, ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണ് 6 ആണ് വരുന്നത്. ഓക്കെ, രണ്ടും ഈക്വൽ ടു സൈൻ അപ്പുറം ഇപ്പുറം ആക്കിയത് സൈനിൻ്റെ കാര്യം ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും നെഗറ്റീവ് വരുന്നതിനേക്കാൾ ഈക്വൽ ടു സൈൻ അപ്പുറം ഇപ്പുറമൊക്കെ ആക്കിയിട്ടാണ് ഞാൻ നെഗറ്റീവ് മാറ്റിയത്. ഇതിൽ നിന്ന് എനിക്കിനി വി ബി ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 100 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 25, ആൻസർ 24 kN എന്ന് കിട്ടും. അപ്പോൾ വി ബി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, വി എയും നമുക്ക് കിട്ടും. വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു 100 എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് വി എയുടെ ആൻസറും കിട്ടും. വി എ പ്ലസ് വി ബി എന്ന് പറയുന്നത് 24 ആണ്, ഈസ് ഈക്വൽ ടു 100. ദെൻ വി എ എന്ന് പറയുന്നത് 76 kN എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് റിയാക്ഷൻസ് വി ബിയും കിട്ടിക്കഴിഞ്ഞു, വി എയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, പിന്നെ റിയാക്ഷൻസ് കംപ്ലീറ്റ് കഴിഞ്ഞില്ല. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കൂടെയുണ്ട്, ആർച്ചാണ്. അതുകൊണ്ട് ആ കോമൺ ആയിട്ട് ആർച്ചിന് ഫുൾ ഒരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് മാത്രമേ കാണത്തുള്ളൂ. അധികം ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സി എന്ന് പറയുന്ന സെക്ഷൻ്റെ അല്ലെങ്കിൽ സി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ മൊമെൻറ്റ് വേണം നമ്മൾ എടുക്കുക. അപ്പോൾ സിക്ക് എബൌട്ടായിട്ട് നമുക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. സിഗ്മ എം സി ഈസ് ഈക്വൽ ടു 0. സിഗ്മ എം സി എടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഏത് സൈഡാണോ നമുക്ക് ചെയ്യാൻ ഈസി ആയിട്ടുള്ള, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കുക, അതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് റൈറ്റ് പോർഷനാണ്. റൈറ്റ് പോർഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഉണ്ട്. ആ ഹൊറിസോണ്ടൽ ത്രസ്റ്റും ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ h ഇൻറ്റു 5 ആയി. അടുത്ത് വി ബി എടുക്കുക. വി ബി എന്ന് പറയുന്നത് ഈ പറയുന്ന 25ൻ്റെ ഹാഫ് ഡിസ്റ്റൻസിലേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കേണ്ട പോർഷൻസ്. വേറെ ഒന്നും അവിടെ എടുക്കാനില്ല. സൈന് ആ കറക്റ്റ് വേയിൽ തന്നെ ചെയ്യുക. അപ്പോൾ സിഗ്മ എം സി 0 എടുക്കുമ്പോൾ h ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു വി ബി ഇൻറ്റു 25/2 എന്ന് കിട്ടും. നമുക്ക് ഫൈനൽ ആൻസർ h എന്ന് പറയുന്നത് ഒരു 60 kN എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. റിയാക്ഷൻ അറ്റ് ദി സപ്പോർട്ട്സ് നമ്മൾ വെർട്ടിക്കൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ത്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ക്വസ്റ്റ്യനിൽ രണ്ടാമത് പറഞ്ഞേക്കുന്നത് റിയാക്ഷൻസ് അറ്റ് ക്രൗണിലുള്ള റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ പോകുന്നത് ക്രൗണിൻ്റെ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതിനുവേണ്ടി ആർച്ചിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം, ആ ഒരു പോർഷൻ ക്രൗൺ പോർഷൻ വരുന്ന അതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഞാൻ നമ്മുടെ ആർച്ചിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം ക്രൗൺ വരുന്ന പോർഷൻ്റെയാണ് വരച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ലെഫ്റ്റ് സൈഡാണ് എടുത്തേക്കുന്നത്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഉണ്ട്, വി എ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ റിയാക്ഷൻസ് ഉണ്ട്. ദെൻ 100 എന്ന് പറയുന്ന ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് സെയിം ആർച്ചിന് ഒരേ ഒരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയും 60 kN കൊടുത്തു. അപ്പോൾ എനിക്കിനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ബി സി എന്ന് പറയുന്ന സപ്പോർട്ട് റിയാക്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്ത് വേണം ചെയ്യാൻ. ഫസ്റ്റ് സിഗ്മ വി ഈക്വൽ ടു 0 എടുത്തു. സിഗ്മ വി ഈക്വൽ ടു 0 എടുക്കുന്ന സമയത്ത് വി എ പ്ലസ് എങ്ങനെയാണ് വരുന്നത്, പ്ലസ് അല്ല വരുന്നത്, വി എ ഈക്വൽ ടു 100 കിലോ ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, വി എ മാത്രമല്ല വരുന്നത്, വി എ വരും, വി എ മുകളിലോട്ടാണ് ഞാൻ പ്ലസ് എന്നെടുത്തു. 100 മൈനസ് ആണ് വരുന്നത്, -100. ദെൻ വി സി എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് കൂടെ ഉണ്ട്. സോ പ്ലസ് വി സി ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. ഇനി ഇതിൽ നിന്ന് വി സി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വി എയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 76 മൈനസ് 100 പ്ലസ് വി സി ഈക്വൽ ടു 0. ദെൻ വി സി എന്ന് പറയുന്നത് 24 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വി സിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അടുത്ത സെക്ഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് മൊമെൻറ്റ് അറ്റ് 5 മീറ്റർ ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ടാണ്. മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം പറഞ്ഞാൽ പ്രീവിയസ് ചെയ്ത സെയിം സ്റ്റെപ്സാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്രീവിയസ് പോലെ തന്നെയാണ്, സെയിം ഫിഗർ ആണ് വരുന്നത് ഇവിടെയും. വൈ കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എക്സ് തന്നിട്ടുണ്ട്, പിന്നെ തന്നിട്ടുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. വേറെ സ്റ്റെപ്സിനൊന്നും ഒരു വ്യത്യാസമില്ല, സെയിം നമ്മൾ നേരത്തെ സ്റ്റെപ്സ് എങ്ങനെയാണോ ചെയ്ത് അതുപോലെ തന്നെ. അപ്പോൾ ആദ്യം നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്, R കാൽക്കുലേറ്റ് ചെയ്യണം. R കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ഉണ്ട്, L²/8h പ്ലസ് h/2. L എന്ന് പറയുന്നത് 25 തന്നിട്ടുണ്ട്, 25 സ്ക്വയർ ഇൻറ്റു 8 ഇൻറ്റു h പ്ലസ് 5/2. ഓക്കെ, h 5 ആണ്. നമുക്ക് 18.125 മീറ്റർ എന്നാണ് ആറിൻ്റെ വാല്യൂ കിട്ടുന്നത്. നമ്മൾ R കണ്ടുപിടിച്ചു. അതിനുശേഷം ഞാൻ എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു L/2 മൈനസ് R സൈൻ തീറ്റ. ഓക്കെ, L നമുക്കറിയാം എത്രയാണ്, 25/2 മൈനസ് R നമുക്ക് 18.125 എന്ന് കിട്ടി. ദെൻ സൈൻ തീറ്റ, ഇതിൽ നിന്ന് നമുക്ക് തീറ്റയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ 5 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് ഒരു 24.443 എന്നാണ് കിട്ടുന്നത്. ദെൻ വൈ കമ്പോണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇക്വേഷൻ h മൈനസ് R ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ആണ്. എച്ച് ക്വസ്റ്റ്യനിൽ 5 എന്ന് തന്നിട്ടുണ്ട്. ദെൻ R കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 മൈനസ് കോസ് ഇൻറ്റു തീറ്റ നമുക്കിപ്പോൾ അറിയാം, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചതേ ഉള്ളൂ. അപ്പോൾ വൈയുടെ ആൻസർ എന്ന് പറയുന്നത് 3.375 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ സെക്ഷൻ്റെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ മൊമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ആറും എല്ലും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താലേ പറ്റും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നിങ്ങൾ വായിച്ച് നോക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ലാസ്റ്റ് എന്താണ്, നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയർ ആണോ എന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ മൊമെൻറ്റ് അറ്റ് 5 മീറ്റർ ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ട്, നമ്മുടെ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നും, ലെഫ്റ്റ് സൈഡിലെ സപ്പോർട്ടിൽ നിന്നും ഒരു 5 മീറ്റർ മാറിയിട്ടുള്ള മൊമെൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയർ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് വേറെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി എടുക്കുന്ന ഒരു ആർച്ചിൻ്റെ ഡി പോർഷനൊക്കെ എടുക്കുന്ന ഓർമ്മയില്ലേ, ആ ഡിയുടെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു പോയിൻ്റിൻ്റെ ഡി എന്നാണ് ഞാൻ ആ പോയിൻ്റ് എടുത്തത്. ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലെല്ലാം 5 മീറ്റർ, നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്ന 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 മീറ്റർ മാറിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ലെഫ്റ്റിൽ നിന്ന്. അപ്പോൾ സിഗ്മ എം ഡി ഈസ് ഈക്വൽ ടു 0 എടുത്തു. അതിൻ്റെ ലെഫ്റ്റ് പോർഷനാണ് ഞാൻ മൊമെൻറ്റ് എടുക്കുന്നത്. വി എ ഇൻറ്റു 5 മൈനസ് 16 ഇൻറ്റു 3.375, കാരണം അവിടുത്തെ വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വി എ എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്ന പോർഷൻ ഇതാണെങ്കിൽ വി എ ഇതാണ്. അപ്പോൾ വി എയിൽ ഇവിടം വരെയുള്ള ആ ഡി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ലോഡ്, ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് 5 ആണ് വരുന്നത്. ദെൻ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് നമ്മൾ 60 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 60ക്ക് മേളിലോട്ട് പോകാനുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ഇതാണ് 60 എങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് വേണം. ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി വൈ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട്, ഓക്കെ, ഇത്രയും കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡിക്ക് എബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് നമുക്ക് കിട്ടും. ആൻസർ വരുന്നത് 177.47 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റത്തെ അത് സപ്പോർട്ട് റിയാക്ഷൻസ് ഹൊറിസോണ്ടലും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ത്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ ക്രൗണിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു. മൂന്നാമത് പറഞ്ഞിരുന്നത് 5 മീറ്റർ മാറിയിട്ടുള്ള മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. എപ്പോഴും ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. കാരണം ഇത് മുന്നത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ റേഡിയൽ ഷിയർ നോർമൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ അതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല.